കുറ്റാക്കുരുട്ടത്ത് അപ്പനും മകനും മാനം നോക്കി ഇരിക്കുകയാണ്. അപ്പൻ കുഞ്ഞിനോട് ചോദിച്ചു, ദൈവം ഇപ്പോൾ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നീ എന്ത് ചോദിക്കും? കുഞ്ഞപ്പനോട് ചോദിച്ചു. അപ്പനെന്ത് ചോദിക്കും? അപ്പൻ പറഞ്ഞു, കുറച്ചുകൂടി നക്ഷത്രങ്ങൾ തരണേ എന്ന് ചോദിക്കും. കാരണം അത്രയ്ക്ക് ഇരുട്ടല്ലേ മോനെ. നീ എന്ത് ചോദിക്കും? അപ്പനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞ് മറുപടി പറഞ്ഞു, കുറച്ചുകൂടി ഇരുട്ട് തരണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൻ അത്ഭുതത്തോട് ചോദിച്ചു, ഇരുട്ടെന്തിനാ മോനെ? അപ്പോൾ കുഞ്ഞ് അകത്തുള്ള മഹാവെട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചു, ഇരുട്ട് കൂടുമ്പോൾ നക്ഷത്രങ്ങളുടെ തിളക്കം കൂടും. വേർ ദർ ഈസ് ഗ്രേറ്റ് ഡാർക്ക്നെസ് സ്റ്റാർസ് ബിക്കം ബ്രൈറ്റർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഃഖനേരങ്ങളിലൂടെ കടന്നു പോകാത്ത ആരാണ് നമ്മളിലുള്ളത്? ദുഃഖനേരങ്ങളെ ശരിയില്ലാ നേരങ്ങളെന്നാണ് നമ്മൾ വിളിക്കുക. ഇപ്പോൾ ഞാനെന്ന് പറയട്ടെ, ദുഃഖനേരങ്ങൾ ഏറ്റവും നല്ല നേരങ്ങളല്ലേ? നിങ്ങൾ സമ്മതിച്ചു തരില്ല, പക്ഷേ സമ്മതിച്ചേ തീരൂ. ദുഃഖനേരങ്ങൾ വേണം. കാരണം ദുഃഖനേരങ്ങളിൽ അത്ഭുതകരമായ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇരുട്ടത്ര മോശമൊന്നുമല്ല. ഇരുട്ട് നമ്മോട് വെട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഇരുൾ നേരങ്ങൾ വേണം, അതൊരാവശ്യമാണ്. ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്നു, ഇരുട്ടിനെയാണോ നക്ഷത്രങ്ങളെയാണോ കൂടുതൽ ഇഷ്ടം? ഗുരു പറഞ്ഞു, എനിക്കിഷ്ടം ഇരുട്ടിനെയാണ്. അതെന്താണ്? ഗുരു പറഞ്ഞു, ഇരുട്ടില്ലാതെ എങ്ങനെയാ മോനെ നക്ഷത്രം കാണുക? നക്ഷത്രം കാണാൻ സാധിക്കുന്നത് ഇരുട്ടുള്ളതുകൊണ്ടാണ്. കുഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇരുട്ടെല്ലാം മാറ്റിത്തരണമേ. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇരുട്ടെല്ലാം മാറ്റിത്തരാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, അകത്തുള്ള നക്ഷത്രം കാണാൻ വെട്ടം തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്, ഉൾക്കണ്ണിൻ്റെ വെട്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി, നിങ്ങൾക്ക് വീഴ്ചകളുണ്ടായി. അത് അത്ര വലിയ പ്രശ്നമാണോ? റിഥമാറ്റിക്കായിട്ട് ഒരാൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാവിങ് പ്രോബ്ലം ഇൻ യുവർ ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം, തിങ്കിങ് ഹാവിങ് പ്രോബ്ലം ഈസ് എ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം. മലയാളത്തിൽ പ്രശ്നം ഉണ്ടാവുന്നതല്ല പ്രശ്നത്തിലെ വലിയ പ്രശ്നം, പ്രശ്നമുണ്ടാവുന്നത് പ്രശ്നമാണെന്ന് കരുതുന്ന പ്രശ്നമാണ് പ്രശ്നത്തിലെ ഏക പ്രശ്നം. അപ്പോൾ പ്രശ്നം ഉണ്ടായെന്ന് കരുതി അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പ്രശ്നങ്ങളൊക്കെ വേണമെന്ന്. പ്രശ്നത്തെ പ്രശ്നമായി കരുതുന്ന പ്രശ്നം പോലെ വല്ല പ്രശ്നം ഏറെ ഉണ്ടോ? അപ്പം അതുകൊണ്ട് പ്രശ്നത്തെ വലിയ പ്രശ്നമായിട്ട് കാണാതിരിക്കുക. ദുഃഖങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് പണ്ടത്തെ കവി പാട്ട് ഇങ്ങനെ എഴുതിയത്, ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനം. അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങണം. ഗുഡ് മോർണിംഗ് മൈ പ്രോബ്ലംസ്, ഗുഡ് മോർണിംഗ് മൈ സോറോസ്, ഐ ആം ഓക്കെ വിത്ത് യു. അങ്ങനെ പറഞ്ഞ് ശീലിക്കുന്നത് ജീവിതം നന്നായിരിക്കില്ലേ? ഇംഗ്ലീഷ് കവി ദുഃഖത്തെ ബിറ്റർ സ്വീറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. നല്ല ടേമാണത്. അതായത് മധുരമുള്ള കയ്പ്, ബിറ്റർ സ്വീറ്റ്, അതാണ് ദുഃഖം. ആ ദുഃഖം നിങ്ങൾക്ക് വേണം. റോബർട്ട് ബ്രൗണിങ് സുന്ദരമായ കവിത എഴുതിയിട്ടുണ്ട്, ഞാൻ സന്തോഷത്തിൻ്റെ കൂടെ നടക്കാനിറങ്ങി, ചല്ലാപ്പില്ല സംസാരിച്ചുകൊണ്ടിരുന്ന സന്തോഷം. പക്ഷേ ഒരു ദിവസം കൂടെ നടന്നിട്ടും ഞാനൊന്നും നേടിയില്ല. ദുഃഖത്തിൻ്റെ കൂടെ അരക്കാതം ഞാൻ നടന്നു, ഒന്നും പറഞ്ഞില്ല, പക്ഷേ പറഞ്ഞതൊക്കെ ജ്ഞാനമായിരുന്നു. ഞാൻ ജ്ഞാനിയായി മാറി നടത്തത്തിന് ശേഷം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് ഇപ്പോൾ സങ്കടക്കാലമാണെങ്കിൽ ആ കാലം ജ്ഞാനത്തിൻ്റെ കാലമാണ് എന്ന് തിരിച്ചറിയുക. ഈ ദുഃഖകാലങ്ങൾ നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഇരുൾക്കാലങ്ങളാണ്. ഈ എഡ്യൂക്കേഷൻ എന്ന പദത്തിൻ്റെ മൂലപദം ലത്തീൻ പദമായ എഡ്യൂക്കാരെ എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം പുറത്തെടുക്കുക, വലിച്ചു പുറത്തെടുക്കുക. വലിച്ചു പുറത്തെടുക്കലാണ് എഡ്യൂക്കാരെ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ദുഃഖം വരുമ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തേക്ക് വരിക. നിങ്ങളിതിപ്പോൾ വിശ്വസിക്കില്ല, പക്ഷേ സത്യം അതാണ്. ആ സമയത്ത് ദുഃഖത്തിൽ പിടയുന്ന നേരത്ത് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ക്ഷമ പഠിക്കും, നിങ്ങളെ തന്നെ ഉൾക്കൊള്ളാൻ പഠിക്കും, പ്രശ്നങ്ങളെ നേരിടാൻ പഠിക്കും, പ്രശ്നകാരികളെ ഉൾക്കൊള്ളാൻ പഠിക്കും. ഇങ്ങനെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുന്നത് ദുഃഖനേരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അതിഥികളായിട്ട് എത്തിയതുകൊണ്ടാണ്. അതെ, ചിലപ്പോൾ ദുഃഖം പ്രതീക്ഷിക്കാത്ത അതിഥിയായിട്ട് വരും, പിന്നെ പോകാത്ത വാടകക്കാരനായി മാറും.
അപ്പോൾ നിങ്ങൾ തളർന്നു പോവും. ഈ വാടക വീടൊഴിഞ്ഞ് ഈ വാടകക്കാരൻ പോകുന്നില്ലല്ലോ. ചില നേരത്ത് വാടകക്കാരൻ ഉടമയെപ്പോലെ പെരുമാറിയെന്നും വരും. പക്ഷെ ഓർത്തേക്കുക, ദുഃഖകാലങ്ങൾ നിങ്ങൾക്ക് സത്യത്തിൽ നന്മയെ തന്നിട്ടുള്ളൂ. ദുഃഖമൊന്നും മാറ്റാൻ ശ്രമിക്കേണ്ട. ഒരു കുഞ്ഞ് നോക്കുമ്പോൾ ബട്ടർഫ്ലൈ അതിൻ്റെ കൊക്കൂൺ ഭേദിച്ച് പുറത്തു വരാൻ ശ്രമിക്കുകയാണ്. കഷ്ടപ്പെട്ട് കൊക്കൂൺ ഭേദിക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞിന് സഹതാപം തോന്നി. പാവം, കഷ്ടപ്പെടുന്ന കണ്ടില്ലേ, എന്തൊരു പൊല്ലാപ്പാണ്. കുഞ്ഞാകെ കൊക്കുടങ്ങൾ പറിച്ചു കൊടുത്തു. അപ്പം വന്നിട്ട് പറഞ്ഞു, വെട്ടി, എന്തും മണ്ടത്തരം നീ ചെയ്തത്. അത് കൊക്കൂൺ ഭേദിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചിറകിൽ ഒരു തരം സ്രവം വന്നു ചേരും. അതുള്ളതുകൊണ്ടാണ് അതിന് ബലം കിട്ടുക. നീ ഇപ്പോൾ കൊക്കൂൺ ഭേദിച്ചുകൊണ്ട് ഇനി സ്രവം വന്നു ചേരില്ല ചിറകുകളിൽ. ചിറകുകൾക്ക് ബലം കിട്ടില്ല, അതിന് പറക്കാൻ പറ്റില്ല. നീ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഭയങ്കര മോശമാണ് ആ ചിത്രശലഭത്തോട് കാണിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ദുഃഖ സമയങ്ങൾ മുഴുവൻ അട്ടിപ്പായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ഏതോ അദൃശ്യമായ സ്രവങ്ങളുടെ, ഏതോ അദൃശ്യമായ കരുത്തിൻ്റെ ഒരു അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനം എന്ന് പറയണം, പറഞ്ഞേ തീരും. രണ്ടാമതായിട്ട്, കനത്ത ദുഃഖങ്ങൾ ഏറ്റവും ക്രിയേറ്റീവായ സമയങ്ങളായി മാറ്റാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ വല്ലാത്ത ദുഃഖം വരുമ്പോൾ നിങ്ങൾ ആദ്യം ഡിപ്രസ്ഡ് ആവും. നിങ്ങളുടെ കുടുസ് ലോകത്ത് അടിഞ്ഞ് വീണ് കിടക്കും. പഴയ എത്ര അങ്ങനെ കിടക്കും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ കോപ്പിംഗ് മെക്കാനിസം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ രൂപപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങൾ ജീവിതത്തെ നേരിടാൻ പഠിക്കുന്നു, നിങ്ങൾ ക്രിയേറ്റീവ് ആകുന്നു. ചില ആളുകൾ വല്ലാതെ ദുഃഖിക്കുന്ന സമയത്താണ് അവർക്ക് നഷ്ടമായിരുന്ന പല നല്ല ശീലങ്ങളും വീണ്ടെടുക്കുന്നത്. ഓക്കെ, ചില ആളുകൾ ചീത്ത ശീലങ്ങളുടെ പിന്നാലെ പോകും, അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നല്ല ശീലങ്ങൾ വീണ്ടെടുക്കുന്ന മനുഷ്യർ അവർ ജീവിക്കാൻ വേണ്ടിയാണ്, സർവൈവൽ മെക്കാനിസമാണ്. അവർ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യും. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് കഥകളും പുസ്തകങ്ങളും എഴുതപ്പെട്ടത് ആ എഴുതിയവരുടെ ദുഃഖനേരങ്ങളിലാണ്. യോബിൻ്റെ പുസ്തകം, സങ്കീർത്തനം, ബൈബിളിൽ തന്നെ ഏറ്റവും ദുഃഖിതമായ സമയങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് അതെല്ലാം. അതുപോലെ തന്നെ യോഹന്നാൻ കുരിശിൻ്റെ പുസ്തകങ്ങൾ, ആവിലയിലെ അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങളൊക്കെ സങ്കട നേരങ്ങളുടെ സന്തോഷ പകർപ്പുകളാണ്. അതൊക്കെ നമുക്ക് ആത്മീയ അനുഭൂതി നൽകുന്നുണ്ട്. അവർ എരിഞ്ഞെരിഞ്ഞ് വട്ടം പരത്തുകയായിരുന്നു. ആരോ സൂര്യനോട് ഇങ്ങനെ ചോദിച്ചു, നിന്നെപ്പോലെ ഷൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ, എങ്ങനെ പറ്റുന്നു? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് സൺ, ലേൺ ഫസ്റ്റ് ഹൗ ടു ബേൺ ലൈക്ക് സൺ. സണ്ണിനെ പോലെ ഷൈൻ ചെയ്യാൻ ആദ്യം സണ്ണിനെ പോലെ ബേൺ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ബേൺ ചെയ്യാതെ ഷൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദുഃഖം ഇരുട്ട് നേരം നിങ്ങളെ ബേൺ ചെയ്യും, പക്ഷെ നിങ്ങളാണ് ഷൈനിങ് സ്റ്റാറായി മാറുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പരാതി പറയുന്നത്? നിങ്ങൾക്ക് ദൈവം സങ്കടം തന്നേനോ? ഇനി നിങ്ങളെ ക്രിയേറ്റീവ് ആക്കി മാത്രമല്ല, കരുത്തുറ്റവരാക്കി മാറ്റുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ പരുന്ത് തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന രംഗമുണ്ടല്ലോ, അങ്ങേറ്റ സുന്ദരമായൊരു ഭാഗമാണത്. പരുന്തും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരുന്ത് വളരെ സുന്ദരമായി കൂടിരിക്കും. അതിൽ പഞ്ഞികളും ഇളം ചില്ലകളും ഒക്കെ വെക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറന്നുയരാൻ പ്രാപ്തി നേടി എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ക്രൂരമായ ഒരുതരം സ്നേഹത്തോടു കൂടി ഈ കുഞ്ഞിനെ അമ്മ താഴേക്ക് തള്ളിയിടും. കുഞ്ഞ് ആ കൂട്ടിൽ അള്ളി തൂങ്ങിപ്പിടിച്ച് കിടക്കും. അമ്മ വീണ്ടും വീണ്ടും കുഞ്ഞിനെ കൊത്തി ഒരു 10-15 പ്രാവശ്യം കൊത്തി താഴേക്ക് ഇടും. വേറെ മാർഗ്ഗമില്ലാതെ വരുമ്പോൾ കുഞ്ഞ് താഴേക്ക് അങ്ങ് വീഴും. അതോടുകൂടി അത് കിതച്ച് തളർന്ന് അവശമാവുകയാണ്. പക്ഷേ അതിന് ശേഷം ഒരു കിതപ്പുണ്ട്. ആ കിതപ്പിലൊരു ചിറക് വിരുത്തി പറക്കലുണ്ട്. പറന്ന് അത് ആകാശത്തോളം ഉയരും, ആകാശത്തിൻ്റെ രാജാവായിട്ട് മാറും. ദൈവം നിങ്ങളെ എടുത്ത് വീഴ്ത്തിയത് നിങ്ങളെ എടുത്ത് ഉയർത്താൻ വേണ്ടിയാണ്. അത് തിരിച്ചറിയുക. ലാറ്റിൻ അമേരിക്കൻ കവിതയുണ്ട്, പ്രശ്നം നിങ്ങളെ ഓടിച്ചിടുകയാണ്, നിങ്ങളൊരു കൊക്കയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, എന്തു ചെയ്യും? കവി ചോദിക്കുന്നു, എന്തു ചെയ്യും? നിങ്ങൾ താഴേക്കെടുത്ത് ചാടുക. ചാടിക്കഴിയുമ്പോൾ 2 കാര്യങ്ങളൊന്നും സംഭവിക്കും. ഒന്നുകിൽ ദൈവം നിങ്ങളെ കയ്യിൽ താങ്ങും, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കും. ഈ ഇരുട്ട് നേരങ്ങൾ പറക്കാൻ പഠിപ്പിക്കലിൻ്റെ നേരങ്ങളാണ്. ഇരുട്ട് നേരങ്ങൾ നിങ്ങൾക്ക് ചിറക് മുളപ്പിക്കുന്ന നേരങ്ങളാണ്. ഇരുട്ട് നേരങ്ങൾ ആകാശത്തിൻ്റെ സമയങ്ങളാണ്. അത് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം,
വല്ലാത്ത ദുഃഖ സമയത്താണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയുക. ആൾക്കൂട്ടെല്ലാം നിങ്ങൾ വിട്ടുപോയി. പക്ഷെ കൂട്ടത്തിൽ ആളായിട്ടുണ്ടായിരുന്ന ഒരാൾ, നല്ലൊരാളായിട്ടുള്ളൊരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ദുഃഖമേ നന്ദി. ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. വേസ്റ്റ് ടൈമിൽ കൂടെ നിൽക്കുന്നയാളാണ് ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങളുടെ കുടുസുമുറിയിലേക്ക്, ഇരുട്ടുമുറിയിലേക്ക് വാതിൽ തുറന്ന് വന്ന ആകാശത്തിൻ്റെ പേരാണ് സൗഹൃദം. ഒരു ദുഃഖത്തിൻ്റെ വെയിലാറുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിരിയുന്ന പൂവായി വന്നയാളാണ് സൗഹൃദം. ആ സൗഹൃദത്തിന് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും. നിങ്ങൾക്ക് കഷ്ടപ്പാടില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി. അതോടൊപ്പം തന്നെ ഇരുട്ട് നേരം നിങ്ങളെ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട്, ക്യാരക്ടർ ഈസ് വാട്ട് യു ആർ വെൻ യു ആർ ഇൻ ദ ഡാർക്ക്. ഇരുട്ടത്ത് നിങ്ങളെന്തോ അതാണ് നിങ്ങളുടെ സ്വഭാവം. അഡ്വേഴ്സിറ്റി ഈസ് ദ ടച്ച് സ്റ്റോൺ ഓഫ് ക്യാരക്ടർ. ഈ ബുദ്ധിമുട്ടുകളാണ് ഒരാളുടെ വ്യക്തിമുദ്ര മാറ്റുരച്ചു നോക്കാനുള്ള ഒരു സാധനം, ദ ടച്ച് സ്റ്റോൺ ഓഫ് ദ ക്യാരക്ടർ. അപ്പോൾ അഡ്വേഴ്സിറ്റി വേണം. ടഫ് വെതർ മേക്സ് എ ഗ്രേറ്റ് ക്യാപ്റ്റൻ. ഈ കപ്പലുകാരുടെ ഇടയിലുള്ള പഴമൊഴിയാണത്. ടഫ് വെതർ ഉണ്ടായാലേ ഗ്രേറ്റ് ക്യാപ്റ്റൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ടഫ് വെതർ തന്ന ദൈവത്തിന് നന്ദി എന്ന് പറയുവാൻ നമുക്കും സാധിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഃഖ നേരങ്ങൾ നല്ല നേരങ്ങളാണ് എന്ന് നിങ്ങളും പറഞ്ഞു കൊടുക്കണം. ദുഃഖത്തിൻ്റെ വിള്ളലുകളിലൂടെ പ്രത്യാശയുടെ വെട്ടം നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ ആ വിള്ളലുണ്ടായത് കൊണ്ടല്ലേ ദൈവത്തിൻ്റെ വെട്ടം നിങ്ങളുടെ ഇരുട്ടുമുറിയിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. ഈ വിള്ളലുകൾ സമ്മാനിച്ചതിന് നന്ദി എന്ന് പറയാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും സാധിക്കണം. അവസാനമായിട്ട്, ദുഃഖനേരങ്ങൾ നിങ്ങളെ ആത്മീയമായിട്ട് ഒരുപാട് വളർത്തും. ഈ സെയിൻറ്റ് പോൾ ആവർത്തിച്ച് പറയുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എപ്പോഴും കർത്താവിൽ ആനന്ദിക്കുക. അത് എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നതാണ്, എന്നെപ്പോലെ പീഡിക്കപ്പെട്ട ഒരാളില്ല. എത്ര പ്രാവശ്യം കപ്പൽ ഛേദങ്ങൾ, എത്ര പ്രാവശ്യം പീഡനങ്ങൾ, താടനങ്ങൾ, എറിഞ്ഞ് ഉടയപ്പെടുന്ന അവസ്ഥകൾ, ദാരിദ്ര്യ ക്ലേശങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സംഭവിച്ചിട്ടും അദ്ദേഹം പറയുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തു നോക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളെക്കാൾ നിങ്ങൾ വലുതാകുക. ഷാവോലിൻ ടെമ്പിളിൽ സെൻ മാസ്റ്ററുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ബ്രൂസ്ലി പറഞ്ഞു, എനിക്ക് ഹോളിവുഡിൽ പോയി വളരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കുറവുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, ഒരു കാലിന് നീളക്കുറവുണ്ട്, എന്ത് ചെയ്യണം? ഷാവോലിൻ മാസ്റ്റർ ഒരു വര വരച്ചു ബ്ലാക്ക് ബോർഡിൽ. എന്നിട്ട് പറഞ്ഞു, ഈ വര ഒന്ന് തൊടുക പോലും ചെയ്യാതെ ചെറുതാക്കാൻ എന്ത് ചെയ്യണം? ബ്രൂസ്ലി പറഞ്ഞു, അല്പം ദൂരം പാലിക്കുക. പക്ഷേ ദൂരം പാലിച്ച് തിരികെ വരുമ്പോഴും നിന്നെ പുച്ഛിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു വര അവിടെ തന്നെ ഉണ്ടല്ലോ. മറ്റെന്താ മാർഗം? മറ്റു മാർഗം അറിഞ്ഞുകൂടാ. സെൻ മാസ്റ്റർ അതിനേക്കാൾ വലിയൊരു വര വരച്ചു താഴെ. എന്നിട്ട് പറഞ്ഞു, വെൻ യു ഹാവ് പ്രോബ്ലം ഗ്രോ ബിഗർ ദാൻ പ്രോബ്ലം. പ്രശ്നം ഉണ്ടാവുന്ന പ്രശ്നത്തെക്കാൾ നീ വലുതാകുക. ഈ പ്രശ്നത്തെക്കാൾ വലുതാകണമെന്ന് പഠിപ്പിക്കുന്ന ആളാണ് ദൈവം. എനിക്കൊരു വലിയ ദൈവമുണ്ട്, എനിക്കൊരു വലിയ ദൈവമുണ്ട്. ആ ദൈവം എന്നെ വഴി നടത്തും. ഒരാൾ ദൈവത്തിന് മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ദൈവമേ, ഐ എം ബിഗ് സീറോ. ദൈവം പറഞ്ഞു, നീ ഇപ്പം എന്താണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചത്? ഐ എം ബിഗ് സീറോ. ഓക്കെ മോനെ, ദാ ഞാൻ നിനക്ക് റബ്ബർ തരാം, സീറോ അങ്ങോട്ട് വായിച്ചു കളയി. ഇനി വായിച്ചേ. അയാൾ വായിച്ചു, ഐ എം ബിഗ്. ദൈവം പറഞ്ഞു, അതാണ് കറക്റ്റ്, യു ആർ ബിഗ്, നീ വലുതാണ്. ആവർത്തിച്ച് പറയുക, ഐ ആം ബിഗ്, ഐ ആം ബിഗ്. ഹീറോയാണ്, സീറോ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ജീവിതം ഒരു വാക്ക് ഇൻ ദ പാർക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റില്ല. ദൈവം നിങ്ങൾക്ക് കഠിന വഴികൾ സമ്മാനിക്കുന്നത് നിങ്ങളെ ചൂടുറപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവം നിങ്ങളെ എടുത്തെറിയുന്നത് എടുത്തുയർത്താൻ വേണ്ടിയാണ്. ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയവർ ധാരാളമുണ്ട്. കുഞ്ഞു ഉപദേശി, അദ്ദേഹം ബൈബിൾ വ്യാഖ്യാന ക്ലാസ്സിലെത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മകൻ മരിച്ചവരറിയുന്നത്. ക്ലാസ്സൊക്കെ എടുത്ത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ശവസംസ്കാര കർമ്മത്തിന് പോയത്. മകൻ്റെ ശവസംസ്കാര കർമ്മം കഴിഞ്ഞ് അകത്തിങ്ങനെ ദുഃഖം ഇരച്ച് കയറുമ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടി. പാട്ട് ട്യൂൺ ചെയ്ത് ശരിയാക്കി. ആ പാട്ടിൽ നിന്ന് കേരളക്കര മുഴുവൻ ഏറ്റുപാടുന്നുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ദുഃഖത്തിൻ്റെ പാഠശാലയിലായിരിക്കാം.
ദുഃഖത്തിൻ്റെ ഒരു എരുതി അനുഭവം അവിടെ ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുക്കപ്പെടുന്നത് മഹത്തരമായ എന്തിനോ വേണ്ടി നിങ്ങൾ മാറ്റം ചെയ്യപ്പെടാനാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനം എന്ന് പറഞ്ഞു തുടങ്ങുക. ഇനി ദൈവത്തോട് പറയുക, ദൈവമേ നീ എനിക്ക് തന്നതിനൊക്കെ നന്ദി. കണ്ണീരിന് നന്ദി, പുഞ്ചിരിക്ക് നന്ദി, വീഴ്ചയ്ക്ക് നന്ദി, താഴ്ചയ്ക്ക് നന്ദി, ഉയർച്ചയ്ക്ക് നന്ദി, തന്നതിനെല്ലാം നന്ദി, തരാത്തതിനും നന്ദി. എന്നും നീണ്ടു നിൽക്കുന്ന നന്ദി മാത്രം ഉണ്ടാകട്ടെ. കർത്താവിനെ വൂണ്ടഡ് ഹീലർ എന്ന് വിളിക്കാറുണ്ട്. അതായത് കർത്താവ് മുറിവേൽപ്പിക്കപ്പെട്ട സൗഖ്യദായകനാണ്. ദുഃഖമില്ലാഞ്ഞിട്ടാണോ? ദുഃഖമുണ്ട്. പക്ഷെ ആ ദുഃഖത്തെ മറ്റൊരാൾക്ക് നിറവായി മാറ്റുകയാണ്. മുറിവുണക്കി എന്ന പേരിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ ചെടിയുണ്ട്, കോറൽ ബുഷ് എന്നാണ് അതിൻ്റെ പേര്. മുറിവുണക്കി എന്നത് നാട്ടു ഭാഷ്യമാണ്. മുറിവുണക്കിയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ നീര് നിങ്ങളുടെ മുറിവ് ഉണക്കിക്കളയും. പക്ഷെ ഓർത്തോക്കുക, മുറിവുണക്കി നിങ്ങളുടെ മുറിവുണക്കുന്നത് സ്വന്തം നീരും ചോരയും സമ്മാനിച്ചുകൊണ്ടാണ്. ചില മനുഷ്യർ മുറിവുണക്കികളാണ്. അവരുടെ ചോരയും നീരും തന്ന് നിങ്ങൾക്ക് സൗഖ്യാനുഭവം ഉണ്ടാക്കി തരും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർ നമുക്കിടയിൽ ധാരാളമുണ്ട്. ലാറ്റിൻ അമേരിക്കൻ കവിതയിൽ ഒരാൾ കുഴിയിൽ വീണു. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കാട്ടുവഴിയിലെ കുഴിയിലേക്ക് വീണു പോയത്. എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തിയുള്ളൂ. പക്ഷെ കർത്താവ് കുറ്റപ്പെടുത്തലൊന്നുമില്ലാതെ ഓടി വന്ന് ചോദിക്കുന്നു, രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണം. കർത്താവ് ചാടി ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ദാ എൻ്റെ നീട്ടിയ കൈ പിടിക്കുക, എൻ്റെ കഴുത്തി പിടിക്കുക, രക്ഷപ്പെട്ടുകൊള്ളുക. ജീവൻ മരണ പോരാട്ടം പോലെയാണ് അയാൾക്ക്. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിച്ചില്ല. കർത്താവിൻ്റെ നീട്ടിയ കഴുത്തിൽ പിടിച്ചു, രക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് സ്വയം കുഴിയിൽ നിന്നും കരകയറി വരികയാണ്. അദ്ദേഹത്ത് ചെറിയ മുറിവൊക്കെ ഉണ്ട്. അയാൾക്ക് സങ്കടം തോന്നി, കുറ്റബോധവും. അയാൾ ചോദിച്ചു, കർത്താവേ വേദനയുണ്ടല്ലേ, മുറിവ് പറ്റിയല്ലേ? അപ്പോൾ കർത്താവ് വളരെ കൂളായിട്ട് പറഞ്ഞു, വെൻ ഐ ലവ് സമ്മൺ ഐ ഡോണ്ട് കൗണ്ട് ഹൗ മെനി വൂൺസ് ഐ ഗെറ്റ്, ഐ ഓൺലി കൗണ്ട് ഹൗ മെനി വൂൺസ് ഐ ഹീൽ. സ്നേഹിക്കുമ്പോൾ എത്ര മുറിവ് എനിക്ക് കിട്ടിയെന്ന് എണ്ണാറില്ല, എത്ര മുറിവ് ഞാൻ ഉണക്കി എന്ന് മാത്രമേ എണ്ണാറുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവർ തന്ന മുറിവുകളും എണ്ണി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഒരു വലിയ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിട്ട് മാറും. ആ ലിസ്റ്റൊക്കെ എടുത്ത് മാറ്റി. പല മനുഷ്യരും നിങ്ങളെ വേദനിപ്പിച്ചതും മുറിപ്പെടുത്തിയതും അവരുടെ പ്രത്യേക സാഹചര്യങ്ങളിലായിരിക്കാം. മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചു നോക്കുക. ഈ മുറിപ്പെടുത്തിയവരുടെ എണ്ണവും നോക്കി ആ ലിസ്റ്റും ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ലിസ്റ്റുകളൊന്നും എടുക്കേണ്ട. സെൽഫ് ഡിഫീറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു മാനസിക വൈകല്യമുണ്ട്. അതായത് അവർ സ്വയം തോൽപ്പിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും പരിഭവത്തിന് കാരണം കണ്ടെത്തും, പരാതിക്ക് കാരണം കണ്ടെത്തും. എന്നെ കുറ്റപ്പെടുത്തിയവർ ഇവരൊക്കെയാണ്, എന്നെ ഒറ്റപ്പെടുത്തിയവർ ഇവരൊക്കെയാണ്, എനിക്ക് നിഷേധിച്ചവർ ഇവരൊക്കെയാണ്. അങ്ങനെ അവരിതെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽഫ് ഡിഫീറ്റിംഗ് ഡിസോർഡറാണത്. അതല്ലാതെ അങ്ങേറ്റം സ്നേഹത്തോടു കൂടി സ്വയം മറന്നവരുണ്ട്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വിക്ടർ ഫ്രാങ്കിൽ എഴുതുന്നുണ്ട്, അവിടെ ചില മനുഷ്യർ അങ്ങേറ്റം ക്രൂരമായ അന്തരീക്ഷത്തിൽ മരണം കാത്തു കിടക്കുന്നവരുടെ ഇടയിൽ ചില മനുഷ്യർ അവർ ഓടി നടന്ന് മറ്റുള്ളവരെ സഹായിക്കും. കിട്ടുന്ന ഇത്തിരി ഭക്ഷണത്തിൽ അല്പം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നവരുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അങ്ങേറ്റം വേദനിച്ച് കിടക്കുന്നവരുടെ ഇടയിൽ സഹായത്തിൻ്റെ ദൂതന്മാരെ പോലെ എത്തിയവരുണ്ടായിരുന്നു. അവർ ഓടി ചെല്ലുകയാണ്. ഒരു പ്രത്യാശക്ക് വകയില്ലാത്തടത്ത് പ്രത്യാശയുടെ കഥ പറഞ്ഞവരുണ്ട്. അദ്ദേഹം പറയുന്നത് സ്വർഗവുമായി ഉടമ്പടി എടുത്തവരായിരുന്നു അവർ. അങ്ങനെയുള്ള മനുഷ്യരാണ് സ്വർഗത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് നൽകുക. ദുഃഖത്തിൻ്റെ നേരത്ത് സ്വർഗത്തിൻ്റെ ഉടമ്പടി നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖത്തിൻ്റെ വാതിൽ തള്ളി തുറന്ന് സന്തോഷത്തിലേക്ക് വരാൻ വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ.